നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇപ്പൊ വിശ്വാസമായല്ലോ? ഇല്ല. ചത്തുപോയ അച്ഛമ്മ തിരിച്ചു വന്നു വിശ്വസിക്കാനേ ഞാൻ നിങ്ങളെ പോലെ മണ്ടനൊന്നുമല്ല. നിങ്ങൾ കണ്ടത് അച്ഛമ്മയെ തന്നെയാണെന്ന് എന്താ അത്ര ഉറപ്പ്? ഏട്ടൻ ഉദ്ദേശിച്ചതേ നിങ്ങൾ കണ്ടത് അച്ഛമ്മയുടെ പ്രേതത്തെയോ മറ്റോ ആണോ എന്നാ. ഒരിക്കലും അല്ല എന്ന് നീ പറഞ്ഞാ മതിയോ? മതി. പ്രേതങ്ങളെ കണ്ട് നല്ല പരിചയമുള്ളതുകൊണ്ടേ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, വന്നത് ജീവനുള്ള അച്ഛമ്മ തന്നെയാ. അല്ല, എന്നിട്ട് അവര് ഞങ്ങളെ അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചു. അധികം വൈകാതെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നും പറഞ്ഞു. ഞെട്ടണ്ട, വരൂന്ന് പറഞ്ഞ അച്ഛമ്മ വന്നിരിക്കും. കൊന്നവരും കൊല്ലിച്ചവരും ഒക്കെ ഒന്ന് കരുതിയിരുന്നാ നന്നായിരിക്കും. നിങ്ങൾ വാ പിള്ളേരെ. ഇപ്പൊ സമാധാനമായല്ലോ. ഞാൻ പറഞ്ഞപ്പോഴല്ലേ വലിയ പുച്ഛം. വന്നത് ഒറിജിനൽ ആയാലും ഡ്യൂപ്ലിക്കേറ്റ് ആയാലും അത് അച്ഛമ്മ തന്നെയാ. ഒന്നുകിൽ അവർ ചത്തുവെന്ന് വിശ്വട്ടിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ, അല്ലെങ്കിൽ ചത്തിട്ടും ചാവാതെ അവര് മടങ്ങി വന്നതാ. സത്യം പറ വിശ്വട്ടാ, ശരിക്കും അന്ന് അവർക്ക് അവിടെ എന്തുവാ സംഭവിച്ചത്? ചത്തായിരുന്നോ അതോ ഇല്ലേ? ഹലോ, ഞാനാ വിശ്വനാഥൻ, മാണിക്യമംഗലത്തെ വിശ്വനാഥൻ. ഓ, ഇപ്പോഴെങ്കിലും ഒന്ന് വിളിക്കാൻ തോന്നിയല്ലോ. കാശ് റെഡിയായി കാണും അല്ലേ? ഞാൻ എപ്പോഴാണ് അങ്ങോട്ട് വരേണ്ടത്? ഇങ്ങോട്ട് വരണ്ട, കാശും കൊണ്ട് ഞാൻ അങ്ങോട്ട് വരാം. എവിടെ, എപ്പോ കാണാൻ പറ്റും? തൈറ തൈറ വസയ്യാറൽ ഹവ സയ്യനൽ അർളവ കറാമൻ വറ. എന്നുവെച്ചാ എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? കാശ് കൊണ്ടുവന്നിട്ടുണ്ടോ? കല്ലമ്മ യുഫീസ്തു ഫാദിൽ അർള തക്രബുഹു വസ്തുറൂഹൻ തദ്റു. അയ്യോ, എന്നുവെച്ചാ എടാ, ചെയ്യാത്ത പണിക്ക് കാശ് ചോദിച്ച ആളുകളെ പറ്റിക്കല്ലടാ പുല്ലെന്ന. ചെയ്യാത്ത പണിയോ എന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. ചത്തുപോയ അച്ഛമ്മ എങ്ങനെ രണ്ടു കാലം ജീവനോടെ തിരിച്ചു വരുന്നത്? അത് വല്ല പ്രേതമായിരിക്കും. അവരെ കണ്ടതല്ലാതെ അവരുടെ രണ്ട് കാലുകളും നിലത്ത് മുട്ടിയിട്ടുണ്ടോന്ന് നിങ്ങൾ ആരെങ്കിലും നോക്കിയോ? ഇല്ല, ഉണ്ടാവില്ല എന്ന് നീ പറഞ്ഞാ മതിയോ? അവര് നല്ല കലക്കനായിട്ട് നോക്കിയിട്ട് തന്നെയാ പറഞ്ഞത്. കാലം നിലത്ത് തന്നെയായിരുന്നു. അല്ല, ഇത് ഇത്ര കൃത്യമായിട്ട് കാണാൻ അവരെ ബർമുടയാണ് ഇട്ടുകൊണ്ടിരുന്നത്. ഇനി നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുവേ? കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ തന്നെയാ വന്നത്. തല്ലല്ല, കാശ്. എന്റെ കാശ് എനിക്ക് ഇപ്പൊ കിട്ടണം. എന്നാ പിന്നെ നീ മേടിച്ചോണ്ട് പോയത് തന്നെ. മുതലാളി, നിങ്ങളൊരുമാതിരി തനിയുടെ വർത്തനം പറയരുത് കേട്ടോ. പൊടത്തോനെ, ഞാൻ അവരെ കൊന്നെന്നും എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അല്ല, അന്ന് വെടിശബ്ദം കേട്ടെന്ന് നിങ്ങളല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞത്? ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ചുമക്കള്ളം പറയരുത് കേട്ടോ, കണ്ണൂട്ടിപ്പോവും. മുതലാളി പറയുകയും ചെയ്തു, ഞാനത് കേൾക്കുകയും ചെയ്തു. നിങ്ങൾ ഒറ്റ ഒരാൾ കാരണം ഞാൻ ഈ ഗതിയിലായത്. കൊട്ടേഷൻ കാശും വാങ്ങി വൈകിട്ടത്തെ കൊച്ചിൻ കുർള എക്സ്പ്രസിന് ബോംബേക്ക് മടങ്ങിപ്പോകാൻ കാത്തിരുന്ന ഒരു അധോലോക നായകനാണ് ഞാൻ. എന്നെ നിങ്ങൾ ഈ പരുവത്തിലാക്കി. നിങ്ങൾക്കറിയോ, കെട്ടിയിടാത്ത വേഷങ്ങളില്ല. ജീവിക്കാൻ വേണ്ടിയ നായരായി, പാണ്ഡ്യായി, ഡ്രൈവറും മാനേജറും സെക്യൂരിറ്റിയും ഒക്കെ ആയി. ഇനി ആരൊക്കെ ആവുമെന്ന് എനിക്ക് പോലും ഒരു നിശ്ചയമില്ല. പ്ലീസ്, ദയവ് ചെയ്ത്
നിങ്ങളൊരു സാമൂഹ്യ സംഘർഷം ഉണ്ടാക്കരുത്. നീ എന്തൊക്കെ പറഞ്ഞാലും അച്ഛമ്മ മരിച്ചിട്ടില്ല എന്ന് മുതലാളിക്ക് എങ്ങനെ ഉറപ്പ് പറയാൻ പറ്റും? മുതലാളിയല്ലല്ലോ അവരെ കണ്ടത്. മുതലാളി കണ്ടോ ഇല്ലല്ലോ. ഞാൻ കണ്ടില്ല, പക്ഷെ കണ്ടവർ പറഞ്ഞല്ലോ. വല്ലവനും പറഞ്ഞത് കേട്ടിട്ടാണോ നിങ്ങൾ എന്നോട് ചോദിക്കാൻ വന്നത്? ദേ, കൊന്ന എനിക്കാണോ ഉറപ്പ്, അതോ കണ്ട നാട്ടുകാർക്കാണോ ഉറപ്പ്? മുതലാളി ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു പ്രൊഫഷണൽ കില്ലർ എന്ന നിലയിൽ എന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന പ്രശ്നമാണിത്. ഇല്ല, ഇതിന് നിന്നു തരാൻ ഒരിക്കലും ഞാൻ തയ്യാറല്ല. അവരെ കൊന്നത് ഞാനാണ്. കരീം ഭായ്, ബോംബെ നഗരത്തെ കിടുകിട വിറപ്പിച്ച കരീം അക്തർ സഫദ് ജലാലുദ്ദീൻ നെറുകന്തലയ്ക്ക് നല്ല ഒന്നാന്തരം ചൈനീസ് റിവാൾവർ വെച്ച് അങ്ങ് മസ്തിഷ്കം വരെ തകർത്ത് വെടിവെച്ച്. ചുമ്മാതല്ല അവര് ചാവാത്തത്. എടാ, നീ ചൈനയുടെ തോക്കൊണ്ടല്ലേ വെടിവെച്ചത്. അതിനൊച്ച മാത്രമേ കാണുള്ളൂ. ഉണ്ടയില്ലാത്ത വെടിയായിരിക്കും. മുതലാളി അങ്ങനെ ചൈനയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് കേട്ടോ. അതുമാത്രം ഞാൻ സഹിക്കത്തില്ല. ലോകത്തെ കൊള്ളാവുന്ന എല്ലാ കണ്ടുപിടുത്തങ്ങളും നടത്തിയത് അവരാണ്. ചീനിച്ചട്ടി മുതൽ കോഴിമുട്ട വരെ. എന്താ, നിഷേധിക്കാൻ ഒരുക്കമാണോ? എടാ, നമ്മുടെ പ്രശ്നം അതൊന്നും അല്ലല്ലോ. ആണല്ലോ. മുതലാളി ജപ്പാന്റെ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നാലും മുതലാളി, അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ പ്രതിനിധിയായ അങ്ങേപ്പോലെ ഒരു വലിയ മനുഷ്യൻ ചൈനയെ പറ്റി ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അല്ല, അതിനെ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞു, മുതലാളി പറഞ്ഞു. ചേട്ടാ, ഇത് വലിയ കഷ്ടമായല്ലോ. എടാ, ഞാൻ ഒന്നും പറഞ്ഞില്ലെന്നേ. നാവ് കൊണ്ട് പറഞ്ഞില്ലെങ്കിലും മുതലാളിയുടെ മനസ്സ് പറയുന്നത് എനിക്ക് കേൾക്കാം. പകയുണ്ടെന്ന് കരുതി ആരെപ്പറ്റിയും ദൈവദോഷം പറയരുത് മുതലാളി. അപ്പൊ അച്ഛമ്മ മരിച്ചു എന്ന് നിനക്ക് ഉറപ്പാണല്ലേ? 100% ഉറപ്പ്. അപ്പൊ പിന്നെ കല്യാണ മണ്ഡപത്തിൽ പ്രത്യക്ഷപ്പെട്ടതാരാ? പ്രേതം. അല്ലാതെ ആര്? പ്രേതത്തിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷെ എനിക്കുണ്ട്. മുതലാളിക്കറിയോ, പരിമിതമായ ഈ ജീവിതത്തിനിടയ്ക്ക് ഞാൻ എത്ര പ്രേതങ്ങളെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന്? 10 അല്ലല്ല 11 പ്രേതങ്ങളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ചുമ്മാ ഒന്നുമല്ല. കണ്ടത് മാത്രമേ കരീംഭായി പറയൂ. ഒരിക്കൽ ഒരു വെള്ളിയാഴ്ച ഞാൻ ബാണ്ടു പീസ്റ്റിൽ നിന്നും കല്യാൺ വെസ്റ്റിലേക്ക് കാർ ഓടിച്ചു പോകുന്നു. അർദ്ധരാത്രി 12 മണി കഴിഞ്ഞു. സ്ട്രീറ്റ് ലൈറ്റുകൾ മിക്കതും അണഞ്ഞു കഴിഞ്ഞു. ജസ്വന്തർ ചൗക്കിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞപ്പോൾ വഴി ശൂന്യമായി. ഞാനും കാറും നിഴലുകളും മാത്രം. പെട്ടെന്ന് വെള്ള ചുരിദാറിട്ട അതിസുന്ദരിയായ ഒരു പെൺകുട്ടി റോഡിന്റെ നടുവിലേക്ക് എന്റെ കാറിന് മുന്നിലേക്ക് ഒഴുകി വന്നു. അന്നോളം അത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടേയില്ല. ഞാൻ ബ്രേക്ക് ചവിട്ടി. വണ്ടി നിൽക്കുന്നേയില്ല. അത് മുന്നോട്ട് തന്നെ കുതിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ കണ്ടു, ആ പെൺകുട്ടി വണ്ടിക്കുള്ളിൽ എന്റെ അരികിലിരുന്ന് എന്നെ നോക്കി മന്ദസ്മിതം പൊഴിക്കുന്നു. ഉള്ളിൽ 1000 ബോംബുകൾ ഒന്നിച്ചു പൊട്ടിയെങ്കിലും ഞാൻ സംയമനം പാലിച്ചു. ഞാൻ അവളോട് പേര് ചോദിച്ചു. സംയുക്ത ചതോപാധ്യ എന്ന് അവൾ പറഞ്ഞു. എന്ത് വേണമെന്ന് ചോദിച്ചു. ചോര വേണമെന്ന് അവൾ പറഞ്ഞു. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. വണ്ടി നേരെ മുള്ളണ്ടിലെ അതിപുരാതനമായ സായിപ്പിന്റെ പള്ളിയിലേക്ക് ഇടിച്ചു കയറ്റി. വണ്ടി നിന്നതും ഞാൻ പുറത്തേക്ക് ചാടിയതും ഒന്നിച്ച്. ഓടിച്ചെന്ന് ഞാൻ പള്ളിയുടെ മുന്നിലെ കൽക്കുരിശിൽ കെട്ടിപ്പിടിച്ചു കിടന്നു. അപ്പോതേ പ്രേതം കാറിൽ നിന്നിറങ്ങി വന്ന് പൊട്ടിച്ചിരിക്കുന്നു. എന്നിട്ടെന്താ, നേരം വെളുക്കുന്നവരെ ഞാൻ ആ കിടപ്പ് കിടന്നു. എന്നെ പേടിപ്പിക്കാൻ അവള് പല പണികളും നോക്കി, പക്ഷെ ഞാൻ പേടിച്ചില്ല. പിന്നെ അവൾ എപ്പോ പോയി? ചിരിച്ച് അവളെ ഊപ്പാട് വന്നപ്പോ അവള് താനെ പണി നിർത്തി അങ്ങ് പോയി. അപ്പൊ ചോര കുടിച്ചില്ലേ? എങ്ങനെ കൊടുക്കും?
ഞാൻ കുരിശ് കെട്ടിപ്പിടിച്ച് കിടക്കല്ലേ. പ്രേതത്തിന് കുരിശിന്റെ അടുത്ത് വരാൻ പറ്റുമോ? ഭയങ്കരം തന്നെ. ഓ നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ ഇനി മുതലാളി പറ, പ്രേതങ്ങളുണ്ടോ ഇല്ലയോ? പറ മുതലാളി, വന്നത് അച്ചമ്മയോ അതോ അവരുടെ പ്രേതമോ? പറ മുതലാളി, പറ. ബോംബെയിലൊക്കെ ഉണ്ടാവും, പക്ഷേ കേരളത്തിന് അതിന് സ്കോപ്പ് വളരെ കുറവാ. അതെന്താ? എടാ, ഇവിടെ കംപ്ലീറ്റ് പള്ളി അമ്പലമൊക്കെ അല്ലേ, അതിന് പെരുമാറാൻ കുറച്ച് സ്ഥലങ്ങളൊക്കെ വേണ്ടേ? ഓ ഇനിയിപ്പോ എന്തോന്ന് പറയുന്നത്?